തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പലസ്തീൻ അനുകൂല സിനിമകൾക്ക് അനുമതിയില്ല. പലസ്തീൻ പാക്കേജിലെ 4 സിനിമകൾ ഉൾപ്പെടെ 19 സിനിമകൾക്കുള്ള പ്രദർശന അനുമതിയാണ് നിഷേധിച്ചത്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റേതാണ് നടപടി. IFFKയുടെ ഉദ്ഘാടന ചിത്രമായ പലസ്തീൻ 36 പ്രദർശിപ്പിക്കില്ല. ബാറ്റിൽഷിപ്പ് പൊറ്റംകിലിന്റെ പ്രദർശനവും റദ്ദാക്കി. സ്പാനിഷ് ചിത്രം ബീഫിനും അനുമതിയില്ല. 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിലാണ് പലസ്തീൻ അനുകൂല സിനിമകൾക്കുള്ള പ്രദർശന അനുമതി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം റദ്ദു ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ 19 ചിത്രങ്ങളുടെ പ്രദർശന അനുമതിയാണ് തടഞ്ഞത്. സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുന്നതും ദേശവിരുദ്ധ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതുമായ ചിത്രങ്ങൾക്കാണ് വിലക്ക്. സാമൂഹിക സാംസ്കാരിക പൈതൃകത്തെ തകർക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് ഇത്തരം ചിത്രങ്ങൾ എന്നാണ് കണ്ടെത്തൽ. ഉദ്ഘാടന ചിത്രമായ പലസ്തീൻ 36, ബാക്കോ, ക്ലാഷ്, റെഡ് റെയിൻ, ബീഫ്, റിവർ സ്റ്റോൺ, തുടങ്ങിയ ചിത്രങ്ങളുടെ പ്രദർശന അനുമതിയാണ് തടഞ്ഞത്. ആരാധകരും സിനിമാ പ്രേമികളും ഉൾപ്പെടെ നിരവധി പേർ വന്നുപോകുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇത്തരം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ ഭിന്നാഭിപ്രായങ്ങൾ ഉടലെടുക്കുവാനും തർക്കങ്ങൾക്കും വഴിവെക്കുമെന്നും യഥാർത്ഥ കലാമൂല്യമുള്ള ചിത്രങ്ങളെ തിരിച്ചറിയുവാനും അവയെക്കുറിച്ചുള്ള ചർച്ചകൾക്കുമുള്ള അവസരം നഷ്ടപ്പെടാനും ഇടയുണ്ട്. ആസ്വാദന കല എന്നതിലുപരി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടി വേദിയാകുന്നതാണ് രാജ്യാന്തര ചലച്ചിത്രമേള. ഈ സാഹചര്യത്തിലാണ് മതസ്പർദ്ധയും ദേശദ്രോഹവും ഇതിവൃത്തമാകുന്ന ചിത്രങ്ങളുടെ പ്രദർശനം കേന്ദ്ര സർക്കാർ തടഞ്ഞിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.